Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. UGC നെറ്റ് കോമേഴ്സിന്റെ സിലബസ് അനാലിസിസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിൻ പേപ്പർ കഴിഞ്ഞ ദിവസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഇന്ന് ജനറൽ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം UGC നെറ്റ് കോമേഴ്സിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. ലൈവ് അറ്റൻഡ് ചെയ്യണമെന്ന് മസ്റ്റ് അല്ല. റെക്കോർഡുള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ദെൻ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് UGC നെറ്റ് കോമേഴ്സ് ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. പേപ്പർ 1 ആണ് കേട്ടോ. അപ്പോൾ ജനറൽ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കുമ്പോൾ ആദ്യം കാണാം ജനറൽ പേപ്പർ ഓൺ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. ഇതാണ് അതിൻ്റെ പേര്. ദെൻ പേപ്പർ 1 യൂണിറ്റ് നമ്പർ 1 ആദ്യം വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. പലപ്പോഴും നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിലും സ്കോർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമുക്ക് പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തന്നെയാണ് കേട്ടോ, ടോട്ടൽ ഉള്ളതിൽ. പിന്നെ ടൈമാണ്, പ്രാക്ടീസാണ് ഇവിടെ മെയിനായിട്ട് വേണ്ടത് പേപ്പർ നമ്പർ 1 സ്കോർ ചെയ്യാൻ. അപ്പോൾ ആദ്യം ടീച്ചിങ്, അതിൻ്റെ കൺസെപ്റ്റ്സ്, ഒബ്ജക്റ്റീവ്സ്, ബേസിക്സ്, പിന്നെ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിച്ച് ആൻസർ ചെയ്യേണ്ടി വരും. പലപ്പോഴും സ്റ്റുഡൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് ആൻസർ കിട്ടും, അതാണ്. Then factors affecting teaching related to teacher, learner, support material, methods of teaching in institutions of higher learning, especially ഇപ്പോൾ ഡിജിറ്റൽ കാലഘട്ടമാണ്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കുന്നുണ്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ. അതാണ് ആദ്യത്തെ യൂണിറ്റ് കേട്ടോ. ദെൻ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം കണ്ടോ, മോഡേൺ ICT ബേസ്ഡ്, പിന്നെ വാലുവേഷൻ സിസ്റ്റം, ഇതൊക്കെ. നെക്സ്റ്റ് വരുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. അതിൽ റിസർച്ച് എന്താണ്, മീനിങ്, ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇത് നമുക്ക് പേപ്പർ 1 പേപ്പർ 2 ഗുണം ചെയ്യുന്നൊരു ഏരിയ ആണ്. മെത്തേഡ്സ് ഓഫ് റിസർച്ച്, അതിൻ്റെ പലതരത്തിലുള്ളത്, സ്റ്റെപ്സ്, തീസിസ് ആൻഡ് ആർട്ടിക്കിൾ റൈറ്റിംഗ്, ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ റിസർച്ച്, റിസർച്ച് എത്തിക്സ്. അപ്പോൾ ഇതാണ് മൊഡ്യൂൾ നമ്പർ 2, യൂണിറ്റ് നമ്പർ 2 എന്ന് പറയുന്നത്. പിന്നെ കോംപ്രിഹെൻഷൻ പാസേജ് നമുക്ക് തരും, റീഡ് ചെയ്ത് ആൻസർ ചെയ്യുക. നമ്മുടെ റീഡിങ് ഹാബിറ്റ് എത്രത്തോളം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു അതനുസരിച്ചിട്ട് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. കോംപ്രിഹെൻഷൻ, എ പാസേജ് ഓഫ് ടെക്സ്റ്റ് ബി ഗിവൺ, ക്വസ്റ്റ്യൻസ് ബി ആസ്ക്ഡ് ഫ്രം ദ പാസേജ് ടു ബി ആൻസേർഡ്. ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസാണ് ഇതിന് വേണ്ട. റീഡിങ് ഹാബിറ്റ് നന്നായിട്ട് കൂട്ടുക, അത്രത്തോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷനാണ്, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇഫക്റ്റീവ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ, നോൺ വെർബൽ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഏരിയാസൊക്കെ തന്നെ. ബാരിയേഴ്സ്, ഡിഗ്രിയും PGയും ഒക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി. പിന്നെ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡാണ്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അവിടെ. ടൈപ്സ് ഓഫ് റീസണിങ്, ടൈപ്പ്, നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, കോഡ്സ്, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ക്വസ്റ്റ്യൻസ് തരുന്നു, അതിൽ നിന്ന് ആവറേജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ. ബാങ്ക് ടെസ്റ്റ്, അങ്ങനെയുള്ള പല കോമ്പറ്റേറ്റീവ് എക്സാമിനും വരുന്ന അതേ ടൈപ്പ് തന്നെ. പിന്നെ ലോജിക്കൽ റീസണിങ്. ടൈമില്ലാത്ത പ്രശ്നമാണ് മിക്ക കുട്ടികൾക്കും ഈ പേപ്പർ നമ്പർ 1 കണ്ടുവരുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് കുറവുകൊണ്ടാണ് കുട്ടികൾക്ക്. അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്, ദെൻ പിന്നെ ഇവാലുവേറ്റിംഗ് ആൻഡ് ഡിസ്റ്റിങ്വിഷിങ് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല. ആർഗ്യുമെൻറ്റ് ഫോംസ്, സ്ട്രക്ചർ, കാറ്റഗറിക്കൽ, പ്രപ്പോസിഷൻസ്, മൂഡ് ആൻഡ് ഫിഗർ, ഫോർമൽ, ഇൻഫോർമൽ, പിന്നെ അനലോജീസ്, വെൻ ഡയഗ്രാംസ് തരുന്നു. അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ കണ്ടുള്ള പല തരത്തിലുള്ള ചോദ്യങ്ങൾ തരുന്നു. നമ്മളത് പ്രോപ്പറായിട്ട് റീഡ് ചെയ്ത് ആൻസർ കൊടുക്കണം എന്നുള്ളതാണ് അവിടെ നമ്മുടെ ലോജിക്കൽ, നമ്മുടെ തലയാണ് മെയിനായിട്ട്. ദെൻ ഇന്ത്യൻ ലോജിക്, മീൻസ് ഓഫ് നോളേജ്, പിന്നെ സ്ട്രക്ചർ ആൻഡ് കൈൻഡ്സ് ഓഫ് അനുമാന, പെർസെപ്ഷൻ, പ്രമാണാസ്. അപ്പോൾ അങ്ങനെ മൊഡ്യൂൾ നമ്പർ 4 ലോജിക്കൽ റീസണിങ് ആണ്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും നമ്മൾ കണ്ടിട്ടുള്ളത് കുറച്ചും കൂടി ഡെപ്തിലൂടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, സോഴ്സസ്, അക്വിസിഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്, നമ്മൾ സാറ്റിലൈറ്റും കൂടുതൽ കാണുന്നതാണ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ,
ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഒന്ന് ഫോക്കസ് ചെയ്ത് കൊടുത്താൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. എനിക്കൊക്കെ വളരെ ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ഒരു ഏരിയ ആണ്. പിന്നെ നെക്സ്റ്റ് ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ നിന്ന് പക്ഷേ നന്നായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ICT ജനറൽ അബ്രീവിയേഷൻ ആൻഡ് ടെർമിനോളജി, ബേസിക്സ് ഓഫ് ഇൻ്റർനെറ്റ്, ഇൻട്രാനെറ്റ്, ഇമെയിൽ, ഓഡിയോ, വീഡിയോ കോൺഫറൻസിങ്. നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ബേസിക് ആയിട്ടുള്ള നോളജ് ഉള്ള കുട്ടികൾക്ക് കിട്ടും. ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, ICT ആൻഡ് ഗവേണൻസ്. Then next, people development and environment, human and environment interaction, environmental issues അതിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ. ഇമ്പാക്ട്സ് ഓഫ് പൊല്യൂട്ടൻസ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്, നാച്ചുറൽ ആൻഡ് എനർജി റിസോഴ്സസ്. ശരിക്കും ഇവിടെ ഈ ഫസ്റ്റ് പേപ്പറിൽ നമ്മുടെ ഒരു സാമാന്യ ബോധം, കോമൺ സെൻസ് ആണ് കൂടുതൽ. അങ്ങനെയുള്ളൊരു കുട്ടിക്ക് ഈസി ആയിട്ട് കിട്ടും പല കാര്യങ്ങളും. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, അല്ലാണ്ട് കുറേ ബൈ ഹാർട്ടും മറ്റു കാര്യങ്ങളല്ലല്ലോ ഇവിടെ വരുന്നത്. ദെൻ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയണം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ആൻഷ്യൻ്റ് ഇന്ത്യ, പല അതോറിറ്റീനെ പറ്റിയിട്ട് അറിയണം. എവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ, ഓറിയൻ്റൽ കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ, പ്രൊഫഷണൽ, ടെക്നിക്കൽ ആൻഡ് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ, വാല്യൂ എഡ്യൂക്കേഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ, പോളിസീസ്, ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇതൊക്കെയാണ് വരുന്നത്. 5 questions each carrying 2 marks are to be set from each module. Marks in the details ആണ്. Whenever graphical then pictorial questions are set for side candidates, a passage followed by equal number of questions and weightage be set for visually impaired ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പേപ്പർ നമ്പർ 1 കേട്ടോ. നെഗറ്റീവ് മാർക്കില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിച്ചാലേ നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും പറയുന്നു, കോമൺ സെൻസ് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യേണ്ട ഒരു പേപ്പറാണ് പേപ്പർ നമ്പർ 1. നിങ്ങളുടെ റീഡിങ് ഹാബിറ്റ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം കാര്യങ്ങൾ സ്പീഡിൽ കാര്യങ്ങൾ റീഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റും, ആ പ്രാക്ടീസും കാര്യങ്ങളും. പിന്നെ ഞാൻ പറഞ്ഞു കോമൺ സെൻസ്, ഇതൊക്കെയാണ് ഇവിടെ വേണ്ടത്. ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോമേഴ്സിൻ്റെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.